മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഈ ചില ആരോപണങ്ങൾ, അതായത് ആശയപരമായിട്ട് വഹാബി ആശയമാണ് എന്നൊക്കെ പറയുന്നത് ഒരു 10-30 കൊല്ലം മുമ്പ് 89-ൽ നമ്മൾ കൂടുതൽ കേട്ടൊരു സമയമുണ്ട്. അന്ന് ഈ അത് തറപ്പിച്ചു പറയുന്ന ഒരു വിഭാഗത്തിന്റെ മുമ്പിൽ അവർക്ക് ഉദാഹരണം കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു PCD ഹാജി, അതുപോലെ തന്നെ AV അബ്ദുറഹ്മാൻ ഹാജി. AV അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറഞ്ഞാൽ അതായത് സലഫി വിഭാഗത്തിന്റെ അതായത് KNM സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവിയിൽ വരെ ഇരുന്ന ഒരാളാണ്. അതായത് തെളിവ് സഹിതം ഇങ്ങനെ പറയാൻ പറ്റും ഇന്ന ആൾക്കാരുള്ള ഒരു പാർട്ടി എന്നൊക്കെ. പക്ഷേ അപ്പോഴും ഒരു ഉമ്മത്തിന്റെ പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം, അന്ന് ശിഹാബ് തങ്ങളാണ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ, അന്ന് ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, KC ജമാലുദ്ദീൻ മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ വളരെ പ്രമുഖരായ ആളുകൾ, ഇനിയും പറയാൻ പറ്റുന്ന ഒരുപാട് പേരുകൾ, പ്രത്യേകിച്ചും നാട്ടി ഉസ്താദ്. അപ്പം ഇത് ആദർശത്തെ എന്താണെന്ന് കൃത്യമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നാട്ടി ഉസ്താദ് നബർ അല്ലാഹു മറാഖിദഹു, ഇവരെല്ലാവരും ഇതേ വാദങ്ങൾ നിലക്കുമ്പോഴാണ് മറുഭാഗത്ത് അതല്ല എന്ന് പറഞ്ഞ് ഇതിനോടൊപ്പം തന്നെ നടന്നത്. ഇപ്പം ഇതേ വാദങ്ങൾ അന്നുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ പറയുന്ന വഹാബിസം എന്നൊക്കെ പറയുന്ന വാദങ്ങൾ അന്ന് കൂടുതൽ ശക്തമാണ്. കാരണം KMCD സാഹിബ് ഒരു ഘട്ടത്തിലുണ്ട്. KMCD സാഹിബിന്റെ ആശയം എന്താണെന്ന് നമുക്കറിയാം. CD ഹാജി ഉണ്ട്, AV അബ്ദുറഹ്മാൻ ഹാജി ഉണ്ട്, MK ഹാജി ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതായത് വ്യത്യസ്ത ആശയധാരകൾ ഇങ്ങനെ ചേർന്ന് നിന്നു വന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ അല്ല ലീഗിനെ കാണേണ്ടത്, മറിച്ച് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ എന്താണ് മുസ്ലിം ഉമ്മത്തിന് ചെയ്യാൻ പറ്റുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്നൊരു സാമുദായിക രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നൊരു അജണ്ട നമ്മുടെ ഉസ്താദുമാരുടെ വ്യക്തിപരമായ താല്പര്യത്തിലുണ്ടായിരുന്നു. സമസ്ത എന്ന് പറയുന്ന ഒരു ആശയപരമായ താല്പര്യത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതിനേക്കാളേറെ വ്യക്തിപരമായി. ഇപ്പോൾ KT മാനു മുസ്ലിയാരൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ശാഖാ കമ്മിറ്റിയുടെ സ്വാഗതം പ്രഭാഷകനായിട്ട് വന്നു എന്നൊക്കെ അദ്ദേഹം ഉസ്താദ് തന്നെ പറയുന്ന അനുസ്മരണ കുറിപ്പുകൾ തന്നെ നമുക്ക് കാണാം. സ്വയം അത് എന്തായിരുന്നു ഞാൻ എന്ന് അടയാളപ്പെടുത്താൻ. അപ്പം അങ്ങനെ അത്തരം ഒരു വിഷയത്തെ നമ്മൾ ഇന്നിപ്പോൾ പറയുന്നതിനേക്കാൾ ഏറെ പറഞ്ഞ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. അതിപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും നേരത്തെയുള്ള ഘട്ടത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാലാണ് അതറിയാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു തനിയാവർത്തനങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. അത് അന്ന് ആരോപിച്ചത് മറ്റൊരു വിഭാഗമാണ്. 89-ൽ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു വിഭാഗം ആൾക്കാരാണ് അങ്ങനെ ആരോപണങ്ങൾ കൊണ്ടുവന്ന്. ആ ആരോപണങ്ങൾ ഇതൊക്കെയായിരുന്നു. അതിന് ഉപോത്ബലകമായി നിൽക്കുന്ന ഒട്ടേറെ തെളിവുകൾ അവർ ഹാജരാക്കിയിരുന്നു. അതുപോലെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. അപ്പം ഈ ആരോപണങ്ങൾ അതേപോലെ തന്നെ ഇപ്പോഴും എടുക്കുന്നുള്ളൂ. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. 2 പാർട്ടി, 2 സംഘടനാ സംവിധാനം, 2 രീതി, 2 ചിന്താധാര സ്വാഭാവികമായിട്ട് ഉണ്ടായാലും അതിന് തീർക്കാനുള്ള പരിഹാര മാർഗങ്ങൾക്കും സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മറിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു വാദം അത് ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമുദായത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അതൊക്കെ ഇപ്പോൾ അപ്രസക്താണ്. കാരണം അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് പോകണം എന്നുള്ളതാണ്. അവിടെ നമ്മളിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗുണ്ട്. ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിൽക്കുന്നു. അവരാണെങ്കിലും അവരിൽ ഒരാൾ ഇതേ 89-ൽ ഏറ്റവും ശക്തമായി പ്രസംഗിച്ച് നടന്ന പ്രഭാഷകൻ എന്ന നിലയിൽ സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് വേണ്ടി നടന്ന ഒരാളാണ് അബ്ദുസ്സമദ് സമദാനി സാഹിബ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ ഒരു കാലത്ത് അങ്ങനെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് തന്നെയായിട്ട് ഇപ്പം അദ്ദേഹം നിൽക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ രീതിയിൽ അദ്ദേഹം അങ്ങനെ പ്രയോജനപ്പെട്ട ഒരാളാണ്. പോട്ടെ, അതിനേക്കാളപ്പുറം അദ്ദേഹത്തിന്റെ ഭാഷാ വൈദഗ്ധ്യം, അദ്ദേഹത്തിന്റെ പാർലമെന്ററി സംവിധാനങ്ങളോടുള്ള പരിചയം, ചിരപരിചിത്വം, ഇതെല്ലാം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 18ാം പാർലമെന്റിൽ ഏറ്റവും ആവശ്യമായിരുന്ന ഒരു കാലാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ET ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി ഫാസിസത്തിന്റെ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് പാർലമെന്റിലെ ഒരു ശക്തനായ പോരാളിയായി പലവട്ടം തെളിയിച്ചതാണ്. ഇപ്പോൾ CAA വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മെമ്പർക്കും അത്ര ധൈര്യപൂർവ്വം പറയാനാവാത്ത വിധമുള്ള ശക്തമായ പ്രഭാഷണങ്ങൾ, അത്തരം അവതരണങ്ങൾ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയതിന് ഒട്ടേറെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നവർക്ക് മുമ്പിൽ മറ്റൊരാളെക്കാൾ കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളത് അവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ആ രീതിയിൽ വ്യക്തിപരമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇവരൊക്കെ ജയിച്ചു പോകേണ്ടവരും അവരൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമായിട്ടുള്ളവരുമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമായ പ്രസക്തിയോടൊപ്പം തന്നെ
ഇപ്പോൾ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ സിനോരിയോ, നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലം എത്രയും അനിവാര്യമായി ഏറ്റവും പ്രഗത്ഭർ, ഏറ്റവും പരിചയസമ്പന്നർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകേണ്ടി വരുന്നു എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത.